ഉപ്പാൻ്റെ പാടത്തിൽ നിന്ന് ഒന്ന് തെന്നി മാറി നടന്നപ്പോഴാണ് ഈ ചെടിയെ കണ്ടുമുട്ടിയത്. അതാണ് പണ്ടുള്ളവർ പറയുന്നത്, ഇടയ്ക്കൊക്കെ ഒന്ന് വഴിമാറി സഞ്ചരിക്കണമെന്ന്. നമ്മുടെ നാട്ടിൽ പാറോത്ത് എന്നറിയപ്പെടുന്ന ഈ ചെടിക്ക് എൻ്റെ ബാല്യകാല ഓർമ്മകളിൽ ഒരിടമുണ്ട്. ഉമ്മയാണ് കഥാപാത്രം. റമദാൻ അടുത്തായാൽ ഉമ്മാക്ക് എന്തെന്നില്ലാത്ത ഊർജ്ജമാണ്. വീട്ടിലെ കട്ടിലുകളും കസേരകളും സ്റ്റൂളും പാത്രങ്ങളും എല്ലാം മുറ്റത്തെത്തിച്ച് കഴുകും. ഈ ഒരു സമ്പ്രദായത്തിന് നനച്ചുകുളി എന്നാണ് പറയാറ്. ഉമ്മയുടെ ഈ നനച്ചുകുളിയിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരാളാണ് ഈ പാറോത്തില. പടിഞ്ഞാറേ പറമ്പിൽ വലിയൊരു പാറോത്ത് മരമുണ്ട്. അതിൽ നിന്ന് ഇല ശേഖരിക്കൽ എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. കറുമൂസ മരത്തിൽ വരെ വലിഞ്ഞു കയറിയിരുന്ന എനിക്ക് പക്ഷേ ഈ മരത്തിൽ കയറാൻ പേടിയായിരുന്നു. മരം തൊട്ടാൽ തന്നെ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും. കട്ടിലയും മരക്കസേരയും ജനലും വാതിൽപ്പൊളികളും മരപ്പലകളും കൈലാറ്റ് വരെ ഈ ഇലകളുടെ ചൂടറിയും. കുളി കഴിഞ്ഞു വരുന്ന മരോൽപ്പന്നങ്ങളെല്ലാം വജ്രം പോലെ വെട്ടിത്തിളങ്ങും. ഇന്നും നനച്ചുകുളി നടക്കുന്നുണ്ട്. പാറോത്തിലെ മറ്റാർക്കൊക്കെയോ വഴിമാറിക്കൊടുത്തു. മരപ്പലകളും മരക്കൈലാറ്റയും അപ്രത്യക്ഷമായി.